ഒരു വീക്കെൻഡ് ആവുമ്പോൾ എല്ലാവരും ലേറ്റ് ആയിട്ടാണല്ലോ എണീക്കുക. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു വെള്ളയപ്പപ്പൊടി ആട്ടോ. അതായത് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇതിൽ വേണ്ട സാധനങ്ങൾ അതായത് നമ്മുടെ വെള്ളയപ്പം പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ഇടാം ട്ടോ. അതിനുശേഷം ഇളം ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടാനായിട്ട് നമ്മുടെ സാദാ പാല്, നാളികേര പാലല്ല, നമ്മുടെ സാദാ പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക. നല്ലോണം അടിച്ച് കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതായത് നമ്മൾ 1 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ തന്നെ വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പത്തിനോട് കോമ്പിനേഷൻ എനിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഗ്രീൻ പീസാണ്. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ ഒന്ന് എന്താ പറയുക, ഗ്രീൻ പീസ് വേവണ ടൈം ആവണ വരെ നമ്മൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള അതൊന്ന് നമ്മൾ അരിഞ്ഞെടുക്കുക. എനിക്ക് ചതയ്ക്കേണ്ടതാട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എനിക്ക് ചതയ്ക്കണത് ഇഷ്ടം. കാരണം ചതയ്ക്കുമ്പോഴാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ എനിക്ക് ചതയ്ക്കേണ്ടത് ഇഷ്ടം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ വലിയ മസാലയും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. സാധാ നമ്മുടെ ഉപ്പ്, നമ്മുടെ മഞ്ഞൾ, മുളക് പൊടി, ഒരിച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. കാരണം അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ചുവയും കൂടി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, അതായത് 1 മണിക്കൂർ വെക്കണമായിരുന്നല്ലോ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മിക്സ്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളയപ്പം അങ്ങോട്ട് ചുട്ടെടുക്കണം. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ജോക്കൂട്ടൻ ആകെ 1 വെള്ളയപ്പം കഴിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് എന്തിയാവും 2 വെള്ളയപ്പം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ.